കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ SFI നേതാവിന്റെ ആൾമാറാട്ടത്തിൽ പ്രിൻസിപ്പലിനെതിരെ നടപടി. GJ ഷൈജുവിനെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. ഷൈജുവിനെ അധ്യാപക സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോളേജ് മാനേജ്മെന്റിനോട് സിൻഡിക്കേറ്റ് ശുപാർശ ചെയ്യും. ആൾമാറാട്ടം നടത്തിയ SFI നേതാവിനെതിരെ പരാതി നൽകാനും യോഗത്തിൽ തീരുമാനമായി. വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽനാഥ്, വളരെ നിർണായകമായ ചില തീരുമാനങ്ങളാണ് ഈ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? കമലേഷ്, ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ GJ ഷൈജുവിനെതിരെ ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഷൈജുവിനെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും മാറ്റുവാനുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേസമയം തന്നെ അധ്യാപക സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി കേരള VC മാനേജ്മെന്റിനോട് ശുപാർശ ചെയ്തിട്ടുമുണ്ട്. ഇതിനു പുറമെ ഈ ഷൈജുവിനെതിരെ പോലീസിൽ പരാതി നൽകുവാനും തീരുമാനമുണ്ട്. അതായത് സർവകലാശാലയെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു കേസിന്റെ പുറത്താകും പോലീസിൽ ഷൈജുവിനെതിരെ പരാതി നൽകുക. ഒപ്പം തന്നെ സർവകലാശാലയ്ക്ക് വലിയ അവമതിപ്പാണ് ഈ ഒരു ആൾമാറാട്ടം ഉണ്ടാക്കിയതെന്നും വൈസ് ചാൻസലർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രിൻസിപ്പലിനെതിരെ ഈ ഒരു കേസ് നൽകുന്നതിനോടൊപ്പം തന്നെ വിശാഖിനെതിരെയും പോലീസിൽ പരാതി നൽകാൻ വേണ്ടി ഈ ഒരു VC തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പ്രധാനമായും ഇങ്ങനെ ഒരു ആൾമാറാട്ടം നടത്തി എന്ന ആരോപണത്തിന്റെ പുറത്താണ് വിശാഖിനെതിരെ കേസ് നൽകുന്നത്. ഒപ്പം തന്നെ വിശാഖിനെ ഇതിനു മുമ്പേ തന്നെ ഈ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെ SFI എല്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അതായത് വിശാഖിന്റെ അറിവുണ്ടായിട്ടും, അതായത് തന്റെ പേരാണ് ഈ ലിസ്റ്റിലുള്ളത്, UUC പകരം UUC അനഘയ്ക്ക് പകരം തന്റെ പേരാണ് ലിസ്റ്റിലുള്ളത് എന്ന് അറിവുണ്ടായിട്ടും അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ, അല്ലെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ നിന്ന് വിശാഖിനെ SFIയുടെ എല്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും SFI നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ അതിനു പുറമെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് ചിലവ് കൂടി ഈ പ്രിൻസിപ്പൽ ഷൈജുവിന്റെ പക്കൽ നിന്നും ഈടാക്കാനും ഈ വൈസ് ചാൻസലർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇങ്ങനെ ഈ സിൻഡിക്കേറ്റ് യോഗത്തിന് മുൻപേ തന്നെ പ്രിൻസിപ്പലിൽ നിന്നും ഒപ്പം തന്നെ റിട്ടേണിംഗ് ഓഫീസറിൽ നിന്നും ഈ യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിൽ പ്രിൻസിപ്പൽ പറയുന്നത് തനിക്ക് പറ്റിയൊരു തെറ്റാണ് എന്ന കുറ്റസമ്മതം ഈ റിപ്പോർട്ടിൽ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതായത് UUC ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അനഘയായിരുന്നു. എന്നാൽ അനഘ രാജിവെച്ച ആ ഒരു സാഹചര്യത്തിലാണ് മറ്റ് വിദ്യാർത്ഥികളുടെ കൂടെ ഉപദേശപ്രകാരമാണ് താൻ ഇത്തരത്തിൽ വിശാഖിന്റെ പേര് നൽകിയത് എന്ന റിപ്പോർട്ടിൽ പ്രിൻസിപ്പൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പോലീസിൽ പരാതി നൽകാനും ഒപ്പം തന്നെ ഈ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റാനും ഒപ്പം അധ്യാപക സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയുമായി VC ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കമലേഷ്.